അപ്പം ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഞാൻ അസ്ലുവിനെയും വിളിച്ച് വന്നിട്ടുണ്ട്. എനിക്ക് ഇന്നലെ നൈറ്റ് ആയിരുന്നു, പക്ഷേ ഞാൻ അവനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ഇവിടെ നിർത്തിയൊക്കെയാണ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാ, കാരണം 3 ആളുണ്ടെങ്കിലേ നടക്കുള്ളൂ. നല്ല വെയിലുണ്ട് കേട്ടോ. ഹാളാണെന്നപ്പോൾ കോൺക്രീറ്റ് ചെയ്യാനുള്ളത്. ഹാൾ കുറച്ച് വലുതായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഒറ്റയ്ക്ക് പറ്റൂല. അപ്പോൾ അതാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഓനിന്ന് ഫ്രീ ആണ്. ഇതാ കോൺക്രീറ്റ് ചെയ്യാനുള്ള ഒരു ചാക്കിനുള്ള എംസാൻഡ് ഇവിടെ, ഒരു ചാക്കിനുള്ള റൂമിലോട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ റൂമൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. സിമെൻറ്റുമായിട്ട് വരുന്നുണ്ട്. ആ മുണ്ടൊക്കെ ഒന്ന് താഴ്ത്തിക്കോ. ഓക്കെ. കുപ്പായത്തിന് ഓട്ടിട്ടതാ കാറ്റ് കയറാൻ വേണ്ടിയിട്ട്. വെള്ളം വാങ്ങിക്കാല. സാറില്ല. അല്ല, അമ്മ ഇന്ന് രാവിലെ അവനോട് പറഞ്ഞിരുന്നേ, ഉണ്ണിമോൾക്ക് തീരെ വയ്യ, അളിയനും തീരെ വയ്യാട്ടാ, ഫുള്ള് പണി എടുത്തു കൊടുക്കണേട്ടാ. അവനെ കണ്ടോണ്ടാ പിന്നെ ഞാൻ അനങ്ങാതെ നിൽക്കണത്. എന്നാലും ഈ ആണുങ്ങൾ എടുക്കണ അത്ര പെർഫെക്ഷൻ ഉണ്ടാവും നിങ്ങൾ ഈ പണി എടുക്കുമ്പോഴേ. എന്തേ? നമുക്ക് തേക്കാന്നേ തേപ്പിക്കാൻ പെടും. അടുത്ത പ്രാവശ്യം വരുമ്പോ ആ കുപ്പായൊക്കെ ഒന്ന് മാറ്റണം കേട്ടാ. ഷർട്ട് അവിടെ ഇവിടെയൊക്കെ കീറിക്കണ്. ഇത് കണ്ട ആൾക്കാർ വിചാരിക്കും കീറിയ ഷർട്ട് ഇട്ട് വീഡിയോ എടുക്കണ റീച്ച് കൂട്ടാനാണ്. ഇനിയിപ്പോ വേറെ വർക്കിംഗ് ഡ്രസ്സിന് വേറെ ഷർട്ട് വേണ്ടേ? രാവിലെ ഇട്ടിരുന്ന ഷർട്ടില്ലേ, പോക്കറ്റ് കുറച്ച് കീറില്ലേ, കുറെ ഓട്ടുണ്ട്. അത് വർക്കിംഗ് ഡ്രസ്സൊക്കെ ഇതേപോലത്തെ ഷർട്ട് വേറെ കിട്ടില്ല. ബാക്കി ഷർട്ടൊക്കെ ഇല്ലേ ഫുള്ള് കട്ടി. ആ കട തുറന്നു സെയിം ഷർട്ട് ഉണ്ട്. അങ്ങനത്തെ ഷർട്ട് ബാക്കി വർക്ക് ഇടാനേ നല്ല സുഖം. എത്ര ചൂടാണെങ്കിലും ശരി. ആ ഒരു കൂട്ടും കൂടി മറക്കണമെങ്കിൽ മോട്ടർ ഇടാം. നല്ല വെയിലായിണ്ട്. ഇതാ ഈ മെറ്റലും കൂടെ കൊടുന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് കോൺക്രീറ്റ് തുടങ്ങാം അല്ലേ. ഞാൻ കോരിയിട്ടായിരുന്നു ഈ കൊണ്ടുപോകുന്ന. അസ്ലു സിവിൽ എൻജിനീയറിംഗ് ആണ് കേട്ടോ പഠിച്ചിട്ടുള്ളത്, പോളിടെക്നിക്കിൽ. പക്ഷേ ഇപ്പോൾ ചെയ്യുന്നത് ഫയർ ആൻഡ് സേഫ്റ്റി, അതിൻ്റെ സൂപ്പർവൈസറാണ്. അവന്
വല്ലപ്പോഴുമാണ് ഇവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾ പിടിച്ചത്. കാരണം കൊല്ലം, എറണാകുളം, വയനാട് അങ്ങനെ അങ്ങനെ പല പല സ്ഥലത്തുമായിരിക്കും. പിന്നെ നൈറ്റ് അവിടെ സ്റ്റേ ചെയ്യലും അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. ചില സമയങ്ങളിൽ മാത്രമാണ് വീട്ടിൽ വരാറ്. വീട്ടിൽ വരുമ്പോൾ അങ്ങോട്ട് പിടിച്ചതാണ്. അപ്പോൾ ഇന്നലെ നൈറ്റ് ആയിരുന്നു വർക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ചെറുതാവുമ്പോഴേ വീട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊന്നും വീടുണ്ടായിരുന്നില്ല. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ തോട്ടിൽ നിന്ന് മണ്ണ് വാരിയിട്ട് മണൽ വരുമല്ലോ, മണൽ വാരിയിട്ടായിരുന്നു അന്ന് വീട് പണി ചെയ്തിരുന്നത്, വീടിൻ്റെ തേപ്പും ഒക്കെ. അപ്പോൾ അസിലു അന്ന് ചെറിയ കുട്ടിയാട്ടോ, നല്ല ചെറിയ കുട്ടിയാണ്. ഞാൻ 10ാം ക്ലാസ്സിലെന്ന് പറയുമ്പോൾ അവൻ 5ാം ക്ലാസ്സിലായിരിക്കും. അങ്ങനെ ഞാനൊരു +1 ഒക്കെ പഠിക്കുന്ന സമയത്ത് പിന്നെ ഇവനായിരുന്നു മണ്ണ് വാരിയിരുന്നത് കേട്ടോ തോട്ടിൽ നിന്ന്. ഞാൻ ഇപ്പം പിന്നെ ഇവനും കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ വീട് ഉണ്ടാക്കി എല്ലാ പണിയും കഴിഞ്ഞിട്ടൊന്നുമല്ല ഞങ്ങളും വീട്ടിലേക്ക് താമസിച്ചേട്ടാ. നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം 10ാം ക്ലാസ്സിൽ എക്സാമിൻ്റെ സമയത്തൊക്കെ ഷെഡിൽ വെള്ളം ഇങ്ങനെ ചോർന്നൊലിക്കായിരുന്നു. ഷെഡ് ചെറിയൊരു ഷെഡും. എന്നിട്ട് അവിടെ നിൽക്കാൻ സ്ഥലമില്ലാതെ ഉമ്മമ്മാൻ്റെ വീട്ടിലൊക്കെ പോയിട്ടായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ ഇതാ മനാഫ്ക്കാൻ്റെ കുപ്പായം കീറിയത് വർക്കിംഗ് ഡ്രസ്സാണ്. അപ്പോൾ ഇനി വേറെ എടുക്കും. ഞാൻ പറഞ്ഞതാണ് ഇത് ഇടണ്ടാന്ന് കേട്ടോ. പക്ഷേ ഏതായാലും ഇത് നല്ല സുഖം, ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട്. നല്ല വെയിലല്ലേ. പിന്നെ അസ്ലു നല്ല ടയേർഡാവും. കാരണം ചെയ്യാത്ത വർക്കാണ്. തീരെ ഇതങ്ങനെ ചെയ്യലില്ലല്ലോ. അവർക്ക് തീരെ ഭാരമില്ലാത്ത വർക്കായതുകൊണ്ട് പെട്ടെന്ന് അവൻ ടയേർഡാവും. ഞാൻ തന്നെ ഒരു ദിവസം ഇവിടെ വന്ന് പണിയാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ബാക്ക് പെയിൻ ആയിരിക്കും. അപ്പോൾ ഇതെന്നും ചെയ്യുന്ന ആൾക്കാരെ കാര്യം പറയണ്ടല്ലോ. പ്രത്യേകിച്ച് എന്നും ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. ചില ദിവസങ്ങളിൽ ലീവായിട്ട്, ഇപ്പോൾ കറക്റ്റ് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ലീവായിട്ട് പിന്നെ പണി ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അസിലു ഇപ്പം നല്ല ഉഷാറിലൊക്കെ ചെയ്യുന്നുണ്ട്. നോക്കാട്ടെ നമുക്ക്. പക്ഷേ ആദ്യമൊക്കെ മണ്ണൊക്കെ ഈ പറമ്പിൽ മണ്ണിടാനും തറയൊക്കെ തൂത്തത് അവനും അവൻ്റെ ഫ്രണ്ട്സുമാണ്. കൊറോണ വന്ന ടൈമിലേ ഞങ്ങൾ നാട്ടിൽ പോയി അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അവൻ തന്നെയായിരുന്നു. അന്ന് അവന് +2 പഠിക്കുകയായിരുന്നു. +2 കഴിഞ്ഞിട്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് തറയൊക്കെ തൂർത്തത് അവനും എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട്. കുറച്ച് ഇടാം. ഒന്നും സമയമില്ലാത്തോണ്ടല്ലോ. അല്ലെങ്കിൽ ആ ഫ്ലെരി നേരെ കൂടെ ഇട്ടിട്ടേ അമ്മാരി കിച്ചൺ കഴിക്കാൻ. ആ ഭാഗത്തുണ്ട് ഒരു കുഴി പോലെ ഉണ്ട് കേട്ടോ. അവിടെ അതിൻ്റെ കുറച്ചുണ്ട് അതവിടെ അവിടെ ഒരു ഓട്ട പോലെ ഒരു കുഴി. ഓഫാക്കട്ടെ. ഇവിടെ കുറേ പുല്ലൊക്കെ വെക്കേണ്ടി വരും. പുല്ലല്ല, ചെടികളെല്ലാം വെക്കേണ്ടി വരും. വെയിലായി കഴിഞ്ഞാൽ ഒടുക്കത്തെ വെയിലാട്ടോ. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നല്ല തണലാണ്. പക്ഷെ ഉച്ച സമയത്ത് ഉള്ളിലേക്ക് കുഴപ്പമില്ല, പുറത്ത് മരങ്ങളൊന്നുമില്ലല്ലോ. ഏത് സമയം നല്ല നിശബ്ദമാണ് കേട്ടോ. ചിലപ്പോൾ ഒരു പശുവിൻ്റെ സൗണ്ടോ കോഴി കാക്ക മാത്രമേ ഉള്ളൂ കേട്ടോ. വണ്ടിയുടെ സൗണ്ടൊന്നും ഉണ്ടാവില്ല. റോഡുണ്ട്, എന്നാലും അത്രത്തോളം വണ്ടികളൊന്നും പോവില്ല. പിന്നെ ഉച്ച സമയമല്ലേ. ഇതാ വയ്യാതായില്ലേ. നമ്മൾക്ക് പണിയൊന്നും ചെയ്യാത്തോണ്ടേ. പിന്നെ നല്ല വെയിലല്ലേ. നമുക്ക് ഈ മേലനങ്ങിയിട്ടുള്ള പണിയല്ലേ. പാട്ടൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അറിയോ ഇതല്ലാതെ ഇതിന്റെ വലുതുണ്ടായിരുന്നോ കുപ്പി ചീരന്റെ
നിങ്ങളൊന്ന് വന്നാൽ നന്നായി. അല്ലാതെ ഇപ്പൊ ഞാൻ പണിയെടുത്തിട്ട് 2 ചാക്കിൽ അതിനിതാകുമ്പോഴത്തേനല്ലേ കുറച്ച് താത്തിടല്ലേ വെള്ളത്തിന്റെ പത്തിന്റെ ആരൊക്കെ വെള്ളം വേണോ?